യുദ്ധക്കെടുതി അടുക്കളയിലേക്കും സംസ്ഥാനം പാചകവാതക ക്ഷാമത്തിലേക്കെന്ന് സൂചന. ഹോട്ടലുകളിൽ പ്രതിസന്ധി, അടച്ചിട്ട് തട്ടുകടകൾ, പൂഴ്ത്തിവെപ്പ് തടയാൻ നടപടികളുമായി കേന്ദ്രം. ഹോർമുസ് പ്രതിസന്ധിയിൽ ഏഷ്യൻ രാജ്യങ്ങൾ. പാകിസ്ഥാനും ഫിലിപ്പീൻസും സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ചു. ദക്ഷിണ കൊറിയയും തായ്ലൻഡും അടിയന്തര നടപടികളിലേക്ക്. റഷ്യൻ എണ്ണ കൂടുതലായി വിറ്റഴിക്കാൻ വ്ളാഡിമിർ പുടിൻ. നഴ്സുമാരുടെ സമരത്തെ തള്ളി സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. അന്യായമായ സമരമെന്നും രോഗികൾക്ക് ജീവഹാനി ഉണ്ടായാൽ ഉത്തരവാദിത്തം പറയണമെന്നും ഭീഷണി. മിനിമം വേതനം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരാണെന്നും മാനേജ്മെന്റുകൾ. മിനിമം ആക്ടിന്റെ ഷെഡ്യൂളുകളിൽ പറയുന്ന ഈ 92 ഷെഡ്യൂൾ എംപ്ലോയ്മെന്റുകളിലും മിനിമം വേജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നടപ്പാക്കേണ്ടതും അത് പുനർനിർണയിക്കേണ്ടതുമൊക്കെ സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ് മിനിമം വേജിന്റെ റിവിഷൻ. കെ.പി. ഗണേഷ് കുമാർ രാജിവെക്കില്ല. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഭാര്യയോട് മാപ്പ് പറഞ്ഞ തലയൂരി. ഗണേഷ് മാപ്പ് പറഞ്ഞെന്നും പരാതി കൊടുക്കില്ലെന്നും ഭാര്യ ബിന്ദു. വിവാദം മന്ത്രിസഭയിൽ ചർച്ചയായില്ല. പ്രതിഷേധം കടുപ്പിച്ചും ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടും പ്രതിപക്ഷം. മാപ്പ് പറഞ്ഞ് തലയൂരാനാകില്ലെന്ന് സണ്ണി ജോസഫ്. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ചെന്നിത്തലയും മുരളീധരനും. വഷളൻ മന്ത്രിയെന്നും മുഖ്യമന്ത്രി ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം എടുക്കണമെന്നും വെള്ളാപ്പള്ളി. തിരുവനന്തപുരത്ത് യുവാവിന്റെ ആത്മഹത്യ ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമെന്ന് പരാതി. മരിച്ചത് ആര്യനാട് സ്വദേശി ആനന്ദ്. അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നെന്നും കുടുംബം. ഡാറ്റ ചോർച്ച വിവാദത്തിൽ സർക്കാരിന് ജയം. വിവാദത്തിൽ കഴമ്പില്ലെന്ന ഹൈക്കോടതി. സന്ദേശങ്ങൾ അയക്കുന്നത് നല്ല ഭരണത്തിന്റെ ഭാഗം. നിയമവിരുദ്ധതയോ സ്വകാര്യതയോ ലംഘനമോ ഇല്ലെന്നും കോടതി. സി സുധാകരനായി അമ്പലപ്പുഴ മണ്ഡലം ഒഴിച്ചിട്ട് കോൺഗ്രസ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കും. അനുനയ നീക്കം അവസാനിപ്പിച്ച് CPM. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. കൈപ്പത്തി ചിഹ്നത്തിൽ ചുവരെഴുതി കോൺഗ്രസ് പ്രവർത്തകർ. തവനൂരിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കം. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ റോഡ് ഷോ. ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ജയിച്ച ഇന്ത്യൻ ടീമിന് വമ്പൻ പാരിതോഷികം. BCCI നൽകുന്നത് 131 കോടി രൂപ. ടീം ഇന്ത്യയുടെ വിജയാഘോഷം നാളെ ഡൽഹിയിൽ.